ഇതിന് ചിലര് ശവന്നാറി പറയുന്ന അത് കുശുമ്പുള്ള ആരോ ഇട്ട പേരാന്ന് തോന്നുന്നു. അവര് തന്നെ കിണറ്റില് വെള്ളം നിറഞ്ഞു. മഴക്കാലത്ത് മാത്രം കാണാൻ പറ്റുന്ന ഒരു മനോഹാരിതയായിരുന്നു. ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കണം ഡെയിലി എന്ന് പറഞ്ഞ പോലെ. അമ്മ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. എന്നാണെങ്കിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മലയാള മാസത്തിലെ ഏറ്റവും അവസാന മാസത്തിലേക്ക് നമ്മൾ കടന്നുല്ലേ, കർക്കിടകം. പൊതുവെ ശക്തമായ മഴക്കാലം ആയതുകൊണ്ട് തന്നെ രോഗങ്ങളൊക്കെ ഉള്ളൊരു മാസമായിട്ടാണ് ഇതിനെ കരുതപ്പെടുന്നത്. പണ്ട് കാലത്ത് കൃഷിയിൽ നിന്നും വലിയ വരുമാനങ്ങളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ഇതിനെ പഞ്ഞമാസമായിട്ടാണ് ഈ കർക്കിടകത്തിനെ കണക്കാക്കപ്പെട്ടു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ടൊക്കെ പലവിധ ഔഷധ ചികിത്സകളും ഈ മാസത്തിൽ നടത്തി വന്നുകൊണ്ടിരുന്നു പണ്ട് കാലത്ത് കേട്ടോ. ഇപ്പോഴും ഫോളോ ചെയ്യുന്നവരുണ്ടെന്ന് തോന്നുന്നു. കർക്കിടകത്തിൽ പ്രാധാന്യമുള്ള ഒരു ചെടിയാണ് ഈ മുക്കൂറ്റി. അതുകൊണ്ടാണ് ആദ്യം തന്നെ വീഡിയോയുടെ തുടക്കത്തിൽ മുക്കൂറ്റി തന്നെ കാണിച്ചത്. ഇത് കർക്കിടക മാസത്തിൽ പലരും അരച്ച് നെറ്റിയിൽ തൊടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല. അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പം മഴയിലൂടെ തന്നെ നമുക്ക് തുടങ്ങാം ഇന്നത്തെ വീഡിയോ അല്ലേ. വെയിൽ വന്നപ്പോഴേ എല്ലാ ചെടികളും ബിഗോണിയ, എല്ലാ ചെടികളും കറ്റാർവാഴ എല്ലാം നമ്മൾ സേലമാവിന്റെ ചോട്ടിലെടുത്ത് വെച്ചില്ലാഞ്ഞോ. അതൊക്കെ ഞാനിപ്പം മുറ്റത്ത് പുല്ല് പറിച്ചതെല്ലാം വീണ്ടും പുല്ലായതേ ഉണ്ടോ ചെല്ലിൻ്റെ ഇടയ്ക്ക്. അതെല്ലാം ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചതാ. കറ്റാർവാഴ ഇവിടെ വെച്ചു, 2 ബിഗോണിയുടെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ അപ്പുറം വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം. കാണാൻ മാത്രമൊന്നുമില്ല, ഒരുപാട് പുല്ലായി കേട്ടോ. മുറ്റത്തൊക്കെ പുല്ലായി, അതിങ്ങ് പറിച്ച് ശരിയാക്കണം. അപ്പം നമുക്ക് കാണിക്കാം. ബിഗോണിയ ഞാൻ ജനിച്ച കാലം തൊട്ട് ഇവിടെ കാണുന്നു. കുറേ വെറൈറ്റി ഉണ്ട് കാണിക്കാം. അലോവേര, ഈ അലോവേര ഇടയ്ക്ക് കുറച്ചെടുത്ത് മുറിച്ച് അതിന്റെ യെല്ലോ കളർ ചറം കളഞ്ഞതിന് ശേഷം മുഖത്തിട്ടോ. നല്ലതാ. നല്ലതാ. ഇത് പനിക്കൂർക്ക. പണ്ട് പനിക്കൂർക്ക സൂപ്പ് ഉണ്ടാക്കി അപ്പനെ കൊണ്ട് കുടിപ്പിച്ചത്. ഈ പനിക്കൂർക്കേ കുറച്ച് തണ്ട് ഒടിക്കണം എനിക്ക്. നാളെ നോക്കട്ടെ, ഒടിച്ച് വെച്ച് പുല്ല് കളഞ്ഞ് വെച്ചാൽ കപ്പളത്തിന്റെ അവിടെ ലൈനായിട്ട് അങ്ങോട്ട് വെച്ച് പിടിപ്പിക്കാന്ന് ഓർത്താം. ഗ്രോ ബാഗിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ പോകും, മണ്ണിൽ നിന്നാൽ കുറെ ഉണ്ടായിക്കോളും. ഇതൊക്കെ ഞാൻ പറിച്ചു കുത്തിയതാ. ഇത് വേറെ വെറൈറ്റി ബിഗോണിയ. ഇത് വെള്ള നിത്യകല്യാണി. നമ്മളൊരു വീഡിയോ ഇട്ടപ്പോ ഒരാൾ പറഞ്ഞേ ഇതിന് ചിലര് ശവന്നാറി പറയുന്ന അത് കുശുമ്പുള്ള ആരോ ഇട്ട പേരാന്ന് തോന്നുന്നു. അവര് തന്നെ തമാശക്ക് എഴുതിയിരുന്നതാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ശരിയാ. അത് അങ്ങനെ വിളിക്കരുത് ഒരിക്കലും. ഒരു ചെടിയുടെ പൂവിനല്ലേ മണമൊന്നുമില്ല, മണമില്ല, ഒരു മണവും ഇല്ല, ഒരു മണമില്ല. ഞാൻ പിന്നെ വെള്ള വാടാമുല്ല പറിച്ചു കുത്തി. അത് പറിച്ചു കുത്തിയോ? അതൊക്കെ പോയി, അതിന് തൈ ഉണ്ടായി പൂവായി, അത് ഞാൻ പറിച്ചു കുത്തി. വേറെ ഇവിടെ പക്ഷേ ഉണ്ടല്ലോ നമുക്കൊരു പുതിയ ഫോട്ടോ ലൊക്കേഷനായി മാറിയിട്ടുണ്ട്. അല്ല ശരിയായിട്ടില്ല, എല്ലാ ഫോട്ടോയും നല്ലതാ. ഇത് ഞാൻ പാകി, ഇതിന്റെ ശൈല തന്നായിരുന്നത്. ഇതിന്റെ പാകി പൂവായി കഴിഞ്ഞപ്പോ വേറൊരു ചട്ടിയിൽ നിന്ന് ഇതിലേക്ക് വെച്ചു. എന്നിട്ട് ആ ചട്ടിയിൽ കാണിച്ചു തരാം. ഇതൊക്കെ പറിച്ചു വെച്ച് വേറെ വയലറ്റ് വെക്കണം. ഇനി ഇതില് പിങ്ക് തന്നെയാ. അതിന്റെ തന്നെ വൈറ്റും പിങ്കും. ഇത് അമ്മ ഒരു ചെടിയിൽ 2 കളർ നട്ടതല്ലേ? നട്ടതാ. പിന്നെ ഇതെല്ലാം വാടാമുല്ലയുടെ തൈകൾ പാകി നിർത്തിയേക്കണം പല ചട്ടിയിലാക്കാൻ. പറമ്പിൽ വെച്ച മുഴുവൻ ഇപ്പൊ പുല്ലല്ലേ. വാടാമുല്ല ഓർക്കണുണ്ടോ, നമ്മൾ നഴ്സറിയിൽ നിന്ന് വൈറ്റ് മേടിച്ച, എന്നിട്ട് അത് കാലഹരണപ്പെട്ട് പോയി. എന്നിട്ട് അതിന്റെ തൈ പാകിയത് ഈ നിൽക്കണതും വൈറ്റാന്നാ തോന്നണം. വൈറ്റ് ആണെങ്കിൽ എനിക്ക് ഒരാൾക്ക് കൊടുക്കാനുണ്ട്. എന്നിട്ട് ഞാൻ പൂ വന്നു കഴിഞ്ഞപ്പോ ഒരു കുഞ്ഞു ചട്ടിയിട്ട് മാറ്റി വെച്ചതാ വെറൈറ്റി പിടിപ്പിക്കാൻ. അത് ചുമ്മാ അരി പാകിയെ കിളുത്തോളൂ. അതില് അരി പാകി ഇട്ടിട്ടുണ്ട് വെള്ളയുടെ തന്നെ. ഇനി ഓണത്തിന് മുന്നേ നമുക്ക് ബന്ദി നടണം. കൂടുതൽ ബിഗോണിയൊക്കെ ഇങ്ങോട്ട് കുറച്ച് കൊണ്ടുവന്ന് വെച്ച്. ഇവിടെ വേറൊരു ബിഗോണി. ശരിക്കല്ലേ വെച്ചത്. ഇത് ചുമപ്പ വടാമുല്ല. ഇത് മഞ്ഞ ബന്ദി പാകി നിർത്തിയേക്കണം. പിന്നെ ചുമന്ന ബന്ദി അവിടെ ഉണ്ട്. അത് എന്നാന്ന് പറിച്ചു കൂത്താത്ത ഈ ആഞ്ഞിലിയുടെ കൊമ്പ് ഇങ്ങനെ ഇത് കാരണം അവിടെ ഇനിയിപ്പോ വീട്ടുമ്പോ എങ്ങനെ വേറെ സ്ഥലത്ത് നടാ, അല്ലെങ്കിൽ ഓണത്തിന് നമുക്ക് ഉണ്ടാവൂല. ഗേറ്റിന്റെ പുറത്ത് നടാന്ന് ഓർത്തിരിക്കണം. അവിടെ ആകുമ്പോ ഭംഗിയില്ല. അല്ലെങ്കിൽ ആ കപ്പളത്തിന്റെ എവിടെയെങ്കിലും നടന്നേ. ഒരുപാടുണ്ട്, കാണിച്ചു തരാം. ഓണത്തിന് 1 മാസം 1.5 മാസം മുമ്പെങ്കിലും നടണം. കറ്റാർവാഴ ഇത് ഇങ്ങോട്ട് എടുത്ത് വെച്ചതാ. ഇതൊക്കെ ഇങ്ങോട്ട് ഓർഡറിൽ വെച്ച് ഞാൻ. ഇത് നമ്മ മുഖത്തിട്ടോട്ടോ, ഞാൻ പറഞ്ഞ പോലെ ഇടാം. ബാ, നല്ല സ്മൂത്തായി കിട്ടും. മുഖമൊക്കെ അങ്ങ് തിളങ്ങട്ടെ. ഈ വെള്ള ഇതന്നെ കർട്ടൻ പ്ലാന്റ് ഇങ്ങോട്ട് വെച്ച്. മണി പ്ലാന്റ്, കർട്ടൻ പ്ലാന്റ് അല്ല. ചെറിയ രീതിയിലുള്ള ചെടി ശരിയായിട്ടൊന്നുമില്ല. അവിടെയും കൊണ്ടുപോയി വെച്ച് ചട്ടിയിൽ. അത് നേരത്തെ അവിടെയാ വെച്ചിരുന്നത്. വേനൊക്കെ ഇങ്ങോട്ട് മാറ്റിയതാ. പിന്നെ ഞാൻ വേറൊരു സംഗതി പറഞ്ഞു തരാം, കാണിച്ചു തരാം. ഇതാ വെള്ളക്കാന്താരി മുട്ടിട്ടത്. വെള്ളയാണോ പച്ചയാണോ എന്നറിയില്ല കേട്ടോ. ഇവിടെ നിന്ന് പഴയ പച്ച പോയി അവിടെ ഞാൻ വേറെ നട്ടു. 2 ചേർത്താ വെച്ചേക്കണം. പിന്നെ അവിടെ കുറച്ച് ബിഗോണിയുടെ റീപ്ലാന്റേഷൻ നടത്തിയിട്ടുണ്ട്. വരുമോന്നൊന്നും അറിയില്ല. ഇതൊന്നും ഞാൻ കണ്ടില്ല.
3 കുഞ്ഞു കുഞ്ഞു ചട്ടിയിലാണ് വെച്ചത്. 4, 5 അത് രണ്ടും ഒരേപോലത്തെ തന്നെയാണ്. ഇത് ജനിച്ചപ്പോ തൊട്ട് ഞാൻ കാണും. കഴിഞ്ഞ വാ, നിനക്ക് ഇഷ്ടമില്ലാത്ത സംഗതി പിന്നെ ഞാൻ എന്നാ ചെയ്യണേ? ദേ ബന്ധിത്തയും കാണിച്ചു തരാം. ഓറഞ്ച് ബന്ധിത്തൈ, അതെ ഈ മണി പ്ലാന്റ് ഒക്കെ പിടിച്ചേക്കണല്ലേ. ദേ ഇവിടെ പച്ചവെള്ള മണി പ്ലാന്റ് വെച്ച്. ദേ ബന്ധിത്തൈ നടാനുള്ളത് അത്യാവശ്യം ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അത് എനിക്ക് ഇവിടെ നടാൻ പറ്റൂല, ഇവിടെയായിരുന്നു നല്ല സ്പേസ്. കിണറ്റില് വെള്ളം നിറഞ്ഞു. ദേ എവിടെ? മിറ്റൻ ലെവലാ. മിറ്റൻ ലെവലാ. മിറ്റൻ ലെവലായിട്ട് വേണമെങ്കിൽ ഇതൊന്നും മാറ്റിയ പിന്നെ പാടാ. സാധാരണ എല്ലാ മഴക്കാലത്തും ഞാനും പോയി ഒളിഞ്ഞു നോക്കും കിണറിലെ വെള്ളം മെത്തിയോ നോക്ക്. എന്റെ ആഗ്രഹം എന്താണെന്നറിയോ? ഇത്രയും വെള്ളം മിറ്റൻ ലെവലാന്നാ. കണ്ടിട്ടില്ല കേട്ടോ. കാണാറുണ്ട്. അല്ല, അപൂർവ കേട്ടോ. നല്ല രസം. പക്ഷെ വീഡിയോയിൽ കുറച്ച് അകലെയായിട്ടാ തോന്നിക്കണേ. ഇത് ശരിക്കും അടുത്ത് തന്നെയാ. അടുത്ത മിറ്റത്തിന്റെ സെയിം ലെവലില്. മിറ്റൻ ലെവലാ. അടച്ചേക്കട്ടെ. നല്ല രസം ഇങ്ങനെ വെള്ളം പോണാണ്. മഴക്കാലത്ത് മാത്രം കാണാൻ പറ്റുന്ന ഒരു മനോഹാരിതയായത് അല്ലേ? ഫുൾ ഗ്രീനറി. എവിടെ? അത് ചിലപ്പോ വല്ല ചെടികളുടെ ആയിരിക്കും. ഇതേ വെള്ളം ഒഴുകണ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മലഞ്ചെരിവിലെയൊക്കെ പോലെ. ഇപ്പൊ വെള്ളം നന്നായി പോണ്ടല്ലോ. ഇന്നത്തെ പണി കഴിഞ്ഞോ? ഇനി നാളെ ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ടോ? അമ്മേനെയും കൂട്ട് വിളിച്ചോ? മഴക്കാലം അമ്മയ്ക്ക് പ്രിയപ്പെട്ട കാലം അല്ലാന്ന് എനിക്കറിയാം. ചെളിയാ, അതുകൊണ്ട് ഞാൻ ഉടുപ്പൊക്കെ പൊക്കി പിടിച്ചേക്കൂ. കൊടയെ പറ്റി ആയിട്ടാ നടപ്പ്. അതെന്നാന്നോ, നമ്മുടെ വഴിയില് പലരും മഴയായതുകൊണ്ട് ഇപ്പൊ നടപ്പുകാരൊന്നും ഇല്ല. പക്ഷെ പരിസരത്തുള്ളവരെയൊക്കെ ഒന്ന് കാണണ്ടേ നമ്മൾ. അത് വേണം. ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കണം ഡെയിലി എന്ന് പറഞ്ഞ പോലെ. അമ്മ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. അടച്ച മഴയാണെങ്കിൽ ഇറങ്ങൂല, അല്ലെങ്കിൽ ഞാൻ വരും. അവർക്കറിയാം 6 മണിയാകുമ്പോ ഞാൻ ഇതിലേ ചെല്ലൂന്നുള്ളത്. കോണ്ടാക്ട് ബിൽട്ടപ്പിന് അമ്മയെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. ഞാൻ അതിന്റെ അയൽവക്കത്ത് പോലും വരില്ല. ഞാൻ എന്നാന്ന് വെച്ചാൽ എല്ലാവരുമായിട്ടൊന്ന് സഹകരിച്ച് പോകും. എനിക്ക് അത്രയേ ഉള്ളൂ. അത് നമുക്ക് മെമ്മറിയിൽ എപ്പോഴും ഉണ്ടാവും കുറച്ച് ഓർമ്മകള്. അതെ. ഇപ്പൊ പല ഇൻഫർമേഷനും അവരുടെ കയ്യിൽ നിന്ന് കിട്ടും, നമ്മുടെ കയ്യിൽ നിന്നുള്ള ഇൻഫർമേഷൻ അവർക്ക് പോകും. പാസിംഗ് ഇൻഫർമേഷൻ, അത്രേ ഉള്ളൂ. ഷെയറിംഗ് ഇൻഫർമേഷൻ. അതെ, അത് തന്നെ. അപ്പൊ അവിടെ നിന്നേച്ച് കുറച്ചു നേരം നിന്ന് സംസാരിച്ച് പോരും. അപ്പൊ അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ വിളിക്കും, കാണും, മിണ്ടും. അത്രേ ഉള്ളൂ. ഓക്കെ. ഇതിന്റെ താഴെ ഇവിടെ 2 വെട്ടിങ്ങനെ വെട്ടും പിച്ചാത്തിയും കൊണ്ട്. എന്നിട്ട് ഇവിടെ ഒരു ഗ്ലാസ് കയറ്റി വെക്കും, പ്ലാസ്റ്റിക് ഗ്ലാസ്. ആ ഗ്ലാസ് നിറച്ച് മണ്ണ് ഫില്ല് ചെയ്യും. മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് 1 മാസമായിരിക്കും അതിന്റെ കണക്ക്. കഴിയുമ്പോ ഇതിലൂടെ വേരിറങ്ങും കംപ്ലീറ്റ്. അങ്ങനെ വരുമ്പോ ഇതിന്റെ അടി കട്ട് ചെയ്യും. എന്നിട്ട് ഈ സാധനം കൊണ്ട് ചെടിച്ചട്ടിയിൽ എവിടെയെങ്കിലും വെക്കും. അപ്പോൾ ഉള്ള ഗുണം എന്നാന്ന് വെച്ചാൽ മണ്ണിന്ന് മുതലേ ഇത് ഉണ്ടായി തുടങ്ങും. അത് അപ്പ ചെയ്യാൻ പോവാണോ? വേഗം ചെയ്യും. ചെയ്യായിരുന്നു, പക്ഷെ ഇതിപ്പോ ഇവിടെ ഏതായാലും നട്ടുപോയില്ല. അമ്മയ്ക്ക് ഇതിപ്പോ അവിടെ നടണമെന്നും പറഞ്ഞുകൊണ്ട് വലിയ നിർബന്ധം. ഇത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൽ ചെയ്യാലോ? അല്ല, അതൊന്നേരം ഇത് പോകും, ഉണ്ടാവില്ല. ഇവിടെ ഇത് കാണാൻ ഭംഗിക്കോർന്ന് നിർത്തണമെന്ന് അമ്മ പറഞ്ഞു. ഈ പാകത്തിന് വരുമ്പോഴാണ്, ഇങ്ങനെ കാഴ്ച തുടങ്ങുമ്പോഴാണ് അത് കട്ട് ചെയ്യേണ്ടത്. നല്ല രസമാണ് അത്. മണ്ണിന്ന് മുതലേ ഇങ്ങനെ കൂന പോലെ ഈ പപ്പായ ഉണ്ടായി കിടക്കും. അപ്പൊ പറിക്കാൻ വളരെ എളുപ്പം, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. ഏതാ ഈ കായ്? കാണാൻ വേണ്ടി ഏതാ അത്? അത് ശരിയാണല്ലോ. പകുതി ഉണ്ടായിട്ട് നീങ്ങിയിട്ടാ പിന്നെ കായ് ഉണ്ടായിക്കണേ. ഇത് കണ്ണനല്ലേ? ഇവിടെ കണ്ണനാണല്ലോ ഏറ്റവും കൂടുതൽ നടണേ. ഞാലിപ്പൂവും കുറവാ ഇവിടെ. അതവിടെ നിന്നോട്ടെന്നേ. കാവുരുളില്ലെങ്കിൽ എന്തിനുള്ള
ആത്തച്ചക്ക തന്നെ കാലം തെറ്റി ഉണ്ടായത്. അത് എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. ആത്തച്ചക്ക ഒക്ടോബർ നവംബറിൽ പഴുത്ത് കിട്ടും. ഈ സമയത്ത് ഉണ്ടായ എന്നാ നമുക്കറിയില്ല. അതറിയില്ല, അത് മാത്രം അറിയില്ല. ചിലപ്പോ ഇപ്പൊ ഉണ്ടായി വരുന്നതാണോ ഇനി ഒക്ടോബർ നവംബർ ഒക്കെ ആയിരിക്കും. നാളെ ഈ പനിക്കൂർക്ക് ഓടിച്ച് നമുക്ക് അവിടെ കുത്തണം. ഇത് മണ്ണീന്ന് മാറി ഇവിടെ വരെ ആയിട്ടുണ്ട്. അപ്പയ്ക്ക് കഷായ സൂപ്പ് കൊടുക്കാനുള്ളതാ. എന്ത് പനിക്കൂർക്ക അപ്പ അത് കഷായം പോലെ കുടിക്കണം. എനിക്കറിയാം, പറയാറുണ്ട്. അപ്പ ഗ്രാഫ്റ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു പപ്പായ. അമ്മയ്ക്ക് അതിൽ പങ്കുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെയുള്ളതൊന്നും ഞാനില്ല. ഞാൻ പറഞ്ഞല്ലോ ഇല്ലാന്ന്. അത് അപ്പയ്ക്ക് വിട്ടുകൊടുത്തു. അതൊക്കെ അപ്പയുടെ ഡിപ്പാർട്ട്മെന്റ്. അമ്മ പറഞ്ഞിട്ട് ആ പപ്പായ ആ മുൻവശത്ത് നട്ടേക്കണം. അതെ, ഞാൻ പറഞ്ഞു ഉമ്മക്ക് അവിടെ നടാന്ന്. കേറി വന്നാടം പിടിക്കൂലെന്നറിയില്ല. എന്തായാലും അവിടെ ഇരിക്കട്ടെ സംഭവം. ഇനി ഒരു മഴയുടെ മട്ട് വന്നുണ്ടല്ലേ? പൊരുത്ത മഴയാ. നിത്യകല്യാണി വൈറ്റ് പിടിച്ചോ? പിങ്കും വൈറ്റും കൂടെ ചേർത്ത്. ഒരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു വൈറ്റ് ഉണ്ടെന്ന്. അപ്പൊ ഞങ്ങളുടെ വൈറ്റ് ഉണ്ട് കൂട്ടോ. ഇതും വൈറ്റ് തന്നെയാ. അത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ കറിവേപ്പിലുണ്ടാവുന്ന ഈ കായ തിന്നാനാണ് കാക്കക്കുയിലും പുള്ളിക്കുയിലും വന്നത്. ഇഷ്ടം പോലെ വരും. പക്ഷേ ഫോണിന്റെ കൈ പൊങ്ങണ കണ്ട അവര് പറന്നു പിന്നെ അവിടെ ഇരിക്കൂല. പക്ഷെ സ്ഥിരം വന്നിട്ടുണ്ട് കേട്ടോ. അത് തിന്നാൻ കാലത്തെ മുതൽ അതിലുണ്ട്. അതെ അതെ. അപ്പോൾ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴേക്കും മഴക്കാലമൊക്കെ അല്ലേ, ചൂടുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാമെന്ന് കരുതി. ഇപ്പോൾ സ്വീറ്റ് കോൺ ഇരിപ്പുണ്ട്. അന്ന് അതൊന്ന് കുറച്ച് ഹാഫ് ബോയിൽഡ് ആക്കി ചാട്ട് മസാല ഒക്കെ ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ ചാട്ട് മസാല തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെപ്പറും ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് കഴിക്കുകയാണ്. നല്ല ആവി പറക്കണ ചൂടുണ്ടായിരുന്നു. ഞാൻ ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്കും ആ ചൂട് ഇത്തിരി ഒന്ന് കുറഞ്ഞു. പക്ഷെ എന്നാലും നല്ല രസമായിരുന്നു. മഴ ഇങ്ങനെ ഇടവിട്ട് പെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കർക്കിടക മാസത്തെ ഓർമ്മിപ്പിക്കാനാണെന്ന് തോന്നുന്നു. ഞങ്ങൾ മാസാവസാനമായി, നിങ്ങൾ അറിഞ്ഞില്ലേ എന്നൊക്കെ അറിയിപ്പിക്കാനാണെന്ന് തോന്നുന്നു. പകൽ മഴയ്ക്ക് മാത്രമല്ല കേട്ടോ, രാത്രി മഴയ്ക്കും അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. പക്ഷെ നമുക്ക് രാത്രിയിൽ വീഡിയോ എടുക്കുമ്പോൾ ആ സൗന്ദര്യം ഒപ്പിയെടുക്കാനായിട്ട് ഇത്തിരി പ്രയാസമാണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദേ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടൊക്കെ കണ്ടോ, കർട്ടൻ ഇട്ടത് കാരണം കുറച്ചൊരു ആശ്വാസമുണ്ട്. കാറ്റില്ലെങ്കിൽ ഒട്ടും അങ്ങനെ മഴവെള്ളം പണ്ടത്തെ പോലെ ഒന്നും അങ്ങനെ അടിച്ചു കയറുന്നില്ല കേട്ടോ. എന്നാലും ചെറുതായിട്ടൊക്കെ തെറിക്കും. അത് പിന്നെ കുഴപ്പമില്ല, അല്പം ആശ്വാസമായി എന്തായാലും പണ്ടത്തെക്കാളും ഒക്കെ. മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രിയിൽ മഴ പെയ്തുകൊണ്ട് നല്ല സുഖാ കിടന്നുറങ്ങാൻ. ഇത് കൈ പിടിച്ചേക്കണ എന്താണെന്നറിയാമോ? ഏത് നിമിഷം ഉറക്കം വന്നു തുടങ്ങി മഴ പെയ്തുകൊണ്ട്. പിന്നെ ഇത്തവണത്തെ കാലാവസ്ഥ എന്ന് വെച്ചാൽ ഒരു മഴ കഴിഞ്ഞാൽ പിന്നെ ഒരു തോർച്ചയാണ്. അതുകൊണ്ട് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്നിരിക്കുന്നതുകൊണ്ട് എല്ലായിടത്തും കിടയൊക്കെ ഒന്ന് നടക്കാം. ദോഷം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയും വെള്ളവും ഇല്ലെങ്കിൽ കറണ്ട് പരിതാപകരായ അവസ്ഥയാവും. എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. ഞാൻ എൻ്റെ ഇവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇപ്പം ഒരു 10-10:30 മഴ പെയ്തതാ. അതുകൊണ്ട് നല്ല തണുപ്പും ഒരു ഉറങ്ങാനൊരു ഉന്മേഷം കൂടുതലാ. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കണോ പരിപാടികളാ. അതെ, ഞാൻ ഇന്നും ചട്ടിച്ചോറാണ് കഴിച്ചത്. ഇന്ന് ചെമ്മീൻ ചട്ടിച്ചോറായിരുന്നു. ഇന്നലെ കഴിച്ചത് മീൻ ചട്ടിച്ചോറ്. ഇന്ന് കേമനായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ചെമ്മീൻ ചട്ടിച്ചോറെന്ന് പറഞ്ഞാൽ ചെമ്മീൻ മുളകുചാറ് വെച്ച ചട്ടിച്ചോറ്. ഇനി ചെയ്യാൻ പോണത് ചെമ്മീനും തേങ്ങാക്കത്തും ഉലർത്തി വെച്ച്, അതായത് അതിലിട്ട് പറ്റിക്കും കലത്തില. പറ്റിച്ച കലത്തിൽ തന്നെ അത് ഉലർത്തി വെച്ച് അതിലിട്ടൊന്ന് അതിലിട്ടൊന്ന് ചോറ് ഇളക്കി ചട്ടിച്ചോറായിട്ടുണ്ട. അപ്പൊ അതൊക്കെയാണ് ഐറ്റംസ്. അപ്പയ്ക്കും കൊടുത്തു ഒരു ഉരുള. അപ്പ ഇപ്പൊ വയലില്ലേ ചക്ക വരട്ടിയത്, കുഞ്ഞു കഷ്ണം, മിഠായി പോലെ തിന്നാൻ രസം. അത് ഇച്ചിരി എടുത്ത് കഴിക്കാൻ രസാ. അപ്പൊ അതൊക്കെയാണ് സംഭവങ്ങള്. മഴയായത് കാരണം നല്ല ക്ലൈമറ്റാ. എല്ലാവർക്കും ഒക്കെ മഴയൊക്കെ ഉണ്ടോ? ഇങ്ങനെ ഈ രീതിയിൽ മഴ പോയി കഴിഞ്ഞാൽ വലിയ പരിതാപകര അവസ്ഥയിലേക്ക് മാറും. മഴ കുറവായതുകൊണ്ട് പരിതാപകരമായ അവസ്ഥയിലേക്കാണ് വൈദ്യുതി പോകുന്നത് ഇപ്പം. അപ്പം നമുക്ക് ചില ദിവസമൊക്കെ പവർ കട്ട് വരാറുണ്ട്. പിന്നെ ഇപ്പം തന്നെ ഡാമിലൊന്നും വെള്ളം ഇല്ലെന്ന് പറയണു. പേപ്പറിലുണ്ടായിരുന്നു, മലയാറിൽ എന്തോ എന്നാലും ഒരാഴ്ച മുമ്പ് പേപ്പറിൽ കണ്ടു. അപ്പം എല്ലാം പ്രശ്നങ്ങളാണ്. മഴ നമുക്ക് ശല്യാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആവശ്യത്തിന് വെള്ളം സംഭരിക്കണ്ടേ, അല്ലെങ്കിൽ അത് ഏത് ഡാമിലാ? മെയിൻ ഡാമുകളിലൊക്കെ കുറവാന്ന് പറയുന്നുണ്ട് വെള്ളം. വളരെ കുറവാന്ന്. വലിയ പ്രശ്നം അത്. പ്രതിസന്ധി. വേനലാകുമ്പോ ഉഷ്ണ തരംഗം. ജീവിക്കാൻ പറ്റൂല അല്ലേ ഇങ്ങനെയുള്ള. എന്റെ ചട്ടി വരെ ഇരിക്കുന്നു. പിന്നെ നമ്മുടെ 2-3 തോന്നുന്നു ഫിറ്റ് ചെയ്ത സോളാർ ലാമ്പ് നല്ല അടിപൊളിയായി കത്തിക്കൊണ്ടിരിക്കണം. എങ്ങനെയുണ്ട് അമ്മയുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം വൈകിയപ്പോൾ ഇരുട്ട് വന്നത്.
അപ്പോൾ ഒരു 7 മണിക്ക് ശേഷം അങ്ങ് കത്തും. അന്നേരവും ശരിക്കും ഇരുട്ടാവൂല. ഇപ്പൊ കത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ 4 മണി വരെയൊക്കെ കത്തണുണ്ട് സംഭവം. അതായത് വെളുപ്പിന്, അതായത് നന്നായിട്ട് മഴ പെയ്യണ ദിവസം കത്തുമ്പോൾ നല്ല തെളിഞ്ഞ് നിൽക്കും. കുറച്ച് കഴിയുമ്പോൾ വെളിച്ചം കുറയും. പക്ഷേ അങ്ങനെയുള്ള ദിവസവും 3-3:30 വരെയും കത്തി കിട്ടണുണ്ട്. അതെന്താന്ന് വെച്ചാൽ സൂര്യന്റെ ലൈറ്റ് അല്ല, പകൽ സമയം അധികം കിട്ടുന്നില്ല. ഫുൾ മഴ പെയ്യുന്ന ദിവസത്തെ കാര്യാട്ടോ ഇപ്പൊ പറഞ്ഞത്. ഫുൾ മഴ, അതും ഫുൾ പറയട്ടെ. പിന്നെ ഇടവിട്ട് മഴയും വെയിലും ഉള്ള ദിവസങ്ങളിൽ വെളുപ്പിന് 4 മണി വരെ ഇപ്പം നിലവിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഈ 4 മണി വരെ എന്ന് പറഞ്ഞാൽ 4 മണിയാകുമ്പോൾ നമ്മൾ എഴുന്നേറ്റേച്ച് വീണ്ടും കിടക്കും. അപ്പം അന്നേരം ആ സമയത്തും പുറത്ത് നല്ല ഭംഗിയായിട്ട് കത്തണുണ്ട്. പിന്നെ ഈ മഴ ഇടവിട്ട് പെയ്യണ ദിവസമാണ് ഞാൻ പറഞ്ഞ ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വെളിച്ചം കുറയും. പക്ഷേ കത്തിക്കൊണ്ടായിരിക്കണത് 3:30 വരെയൊക്കെ കത്തിക്കിട്ടുണ്ട്. അന്നേരം ലൈറ്റ് കുറവായിരിക്കും ആ സമയങ്ങളിൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യൂവർ ഇതിനെപ്പറ്റി ചോദിച്ചത് കൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. നിങ്ങളിത് ഉപയോഗിച്ച് ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ത്രൂ ഔട്ട് മഴ പെയ്യുവാണെങ്കിൽ ലൈറ്റ് ഡിമ്മായിരിക്കും. പിന്നെ സൂര്യപ്രകാശം അത്യാവശ്യം കിട്ടിക്കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റായിട്ട് കത്തും. ഇടവിട്ട് മഴ ഇടവിട്ട് സൂര്യപ്രകാശം അടിക്കുവാണെങ്കിൽ ബ്രൈറ്റായിട്ട് കത്തിക്കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ ആയി കഴിയുമ്പോൾ ലൈറ്റ് കുറയും. 3 മണി വരെയൊക്കെ പക്ഷെ കത്തി കിട്ടണുണ്ട്. ഇപ്പം നിലവിലുള്ള അപ്ഡേഷൻ ഞാൻ പറഞ്ഞതാട്ടോ. ഇപ്പൊ ഒരു മാസമായില്ലേ, 3 ആഴ്ച കഴിഞ്ഞു. കൃത്യമായി വിവരങ്ങൾ നിങ്ങൾക്ക് തരണമല്ലോ. അപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അഭിപ്രായം പറയണം. എന്നാണെങ്കിലും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇൻവെർട്ടറിൻ്റെ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇൻവെർട്ടർ ഇല്ലേന്നൊക്കെ ആരാണ്ട് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ വർഷങ്ങൾ മുമ്പേ ഉള്ളതാണ്. ഇൻവെർട്ടറിലും ഇതുപോലെ ഇടിവെട്ടും കാറ്റും മഴയൊക്കെ വരുമ്പോൾ ഇത് പോയി കഴിഞ്ഞാലും ഇതിന് വെളിച്ചം കിട്ടുവാണെങ്കിൽ ഇത് കത്തിക്കോളും. പിന്നെ നമുക്ക് വേറൊരു കാര്യവും കൂടെ ചെയ്യാം. ഇത് ഓൺ ആയിക്കഴിഞ്ഞാൽ റിമോട്ടിൻ്റെ ഇതുള്ളത് കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം, എന്നിട്ട് ഓഫ് ചെയ്യാം ആവശ്യാനുസരണം. പിന്നെ ഞങ്ങൾ ഓഫ് ചെയ്യാറില്ല, ഓൾവേസ് അടിച്ചേക്കുവാണ്. സ്റ്റാർട്ടിങ് മുതൽ അങ്ങ് കത്തിക്കോട്ടെ എന്ന് കരുതി. അപ്പം ഈ ഇങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ള കാലാവസ്ഥ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കണ സമയമാകുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുകയും ചെയ്യാം. ഏത് റിമോട്ടിൽ തന്നെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ 11 മണിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം പിന്നെ കിട്ടും. ഞങ്ങളിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ഓട്ടോമാറ്റിക്കലി ഓൾവേസിൽ അത് കിടക്കണതാണ്. അപ്പം ഇങ്ങനെ നൈറ്റിൽ കറണ്ടൊക്കെ പോവും, മഴയും കാറ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇരുട്ട് വന്നു കഴിയുമ്പോൾ കത്തി തുടങ്ങൂല്ലോ. അത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ച് നമ്മൾ കിടക്കണ മറ്റ് ലൈറ്റുകളുണ്ടെങ്കിൽ കിടക്കണ സമയമാകുമ്പോൾ അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റിൽ കുറേ സമയം കിട്ടും. അപ്പം അഭിപ്രായം പറഞ്ഞതാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായം. വളരെ നല്ലതായിട്ടാണ്. പിന്നെ ബാക്ക് സൈഡിൽ ഒരെണ്ണം വെക്കണം, പക്ഷെ അവിടെയെല്ലാം ചോലയാണ്. അതാണ് ഇത് നന്നായിട്ട് ഡയറക്റ്റ് വെയിലടിക്കണം, സൂര്യപ്രകാശം അടിക്കണം, എങ്കിലാണ് അത് ചാർജ് വരുള്ളൂ. സൂര്യപ്രകാശം കിട്ടാത്ത സ്ഥലങ്ങളാണെങ്കിൽ പ്രയോജനം ഇല്ല, ഒട്ടും പ്രയോജനം ഇല്ല. പിന്നെ സെപ്പറേറ്റ് പൈപ്പൊക്കെ വെച്ചേച്ച് അതിൽ വെക്കാം, ലാമ്പ് ലൈറ്റ് വെക്കാം. പക്ഷെ അതിനും നല്ല വെളിച്ചമുള്ള ഇടം വേണം. പാനൽ വെക്കാം. അല്ല ലൈറ്റും വെക്കുന്നവരുണ്ട്. നെയ്ച്ചാച്ച അങ്ങനെ വെച്ചേക്കണേന്ന് പറഞ്ഞു. ബിജു മിഡില് ഫാക്ടറിയുടെ അവിടെ വെച്ചിട്ടുണ്ട്. പൈപ്പ് വെച്ചേച്ച് അതിൽ ഇൻബിൽറ്റ് അല്ലേ പാനൽ മുകളിലും അടിയിലും ലൈറ്റുമായിട്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ. അപ്പം അങ്ങനെ വെക്കാം. പക്ഷെ ബാക്ക് സൈഡ് മൊത്തം കവറേജ് ഈ മരങ്ങൾ നിൽക്കണോണ്ട് എങ്ങനെയാവും എന്നറിയില്ല. നോക്കിയേച്ചേ മേടിക്കണോളൂ. ഏതായാലും മേടിച്ചത് നല്ല ബൈ ആയിപ്പോയി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം കേട്ടോ. അപ്പോൾ ഓക്കെ. ഇതേ സമയം എത്രയായി നോക്കിയേ, സമയം 11 മണി ആവാറായി. ഞാനിവിടെ വൈകിട്ടത്തെ പണികൾ സ്റ്റാർട്ട് ചെയ്തു. കാരണം പിറ്റേ ദിവസം നമുക്ക് കുറച്ച് ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കാരണം അന്ന് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ഒക്കെ ഇനി ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണം, എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. കുറേ പരിപാടികളുണ്ട്. നെക്സ്റ്റ് ഡേ സൺഡേ ആണല്ലോ, അപ്പോൾ പിന്നെ മെമ്മറിയൊക്കെ ഫ്രീ ആക്കണം. അങ്ങനെ പരിപാടികളൊക്കെയാണ്. അപ്പോൾ അമ്മ അതേ അവിടെ ഇരുന്ന് കുറച്ച് വീഡിയോസൊക്കെ വാച്ച് ചെയ്യാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വേഗം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.